PSC പരീക്ഷാ തട്ടിപ്പിൽ മൊഴിയെടുപ്പ് ആരംഭിച്ചു ക്രൈംബ്രാഞ്ച്. ആദ്യ അന്വേഷണം സംസ്ഥാന ആസൂത്രണ ബോർഡിലെ പരീക്ഷയിൽ ക്രമക്കേടിൽ കോടതിയെ സമീപിച്ച ആളുടെ മൊഴി രേഖപ്പെടുത്തി. പെട്ടെന്നുള്ള മരണത്തിന് തയ്യാറാകാൻ ട്രംപിനോടും നെതന്യാഹുവിനോടും ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങളുടെ ഭീഷണി. പുതിയ മുന്നറിയിപ്പ്. അമേരിക്കൻ സെനറ്റർ ലിൻസേ ഗ്രഹാമിന്റെ മരണം കൊലപാതകമെന്ന അഭ്യൂഹം ശക്തമായിക്കൊണ്ടിരിക്കെ ഹോർമുസ് അടച്ചിട്ടില്ലെന്ന അമേരിക്കയുടെ വാക്ക് വിശ്വസിക്കരുതെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. മുൻമന്ത്രി KT ജലീലിനെതിരെ ബാലാവകാശ കമ്മീഷന്റെ കേസ്. കുട്ടികൾക്ക് മാനസിക പ്രയാസമുണ്ടാക്കിയ പെരുമാറ്റത്തിൽ നടപടി. കേസെടുത്തത് മണ്ണാർക്കാട് നഗരസഭയിലെ അനുമോദന പരിപാടിയിലെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. BJP വെട്ടിലായ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് പുതിയ തലത്തിലേക്ക്. തട്ടിപ്പ് ശരിവെക്കുന്ന തരത്തിൽ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ കത്ത് പുറത്ത്. പരാതിയിൽ സംസ്ഥാന നേതാക്കളുടെ പേരും കമ്മീഷൻ കണക്കുകളും. വട്ടിയൂർക്കാവിലേക്ക് കൊടികൾ വാങ്ങിയ ബിൽ വ്യാജമെന്ന പരാതിയുമായി സ്ഥാപന ഉടമ. ബില്ല് വ്യാജമാണ്. ഇത് നമുക്കുള്ള ഏജൻസി കണിച്ചോട് വാമനപുരം എന്നാണ് നമ്മൾ ആ പ്രസവത്തിൽ കിടക്കുന്നത്. GST നമ്പർ, FSSI നമ്പർ എല്ലാം നമ്മളെ ബില്ലിൽ വരും. ഇതിൽ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ സീലില്ല, നമ്മുടെ ഒപ്പില്ല. അതുപോലെ GST ബില്ല് ഇവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ആരെല്ലാം പൈസ കൊടുത്തത്? ഈ പൈസ കൊടുത്ത ആൾക്കാർ അവരെ കണ്ടെത്തണം. ചോദ്യങ്ങൾ ഒഴിഞ്ഞുമാറി V മുരളീധരൻ. അറിയാവുന്നത് മാധ്യമ വാർത്തകൾ മാത്രം. എനിക്കിതൊന്നും അറിയില്ല. ഇതൊക്കെ നിങ്ങളെല്ലാവരും മാധ്യമങ്ങളിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിൽ സത്യം ഏതാ കള്ളം ഏതാ ഒന്നും എനിക്കറിയില്ല. BJP കൗൺസിലർ സുഗതന്റെ സത്യപ്രതിജ്ഞ നാളെ വിയ്യൂർ ജയിലിൽ. ചടങ്ങ് രാവിലെ 11 മണിക്ക്. നടപടി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം. കേരളത്തിൽ ഞെട്ടിച്ച കൊടുംക്രൂരൻ ചെന്താമര കുറ്റക്കാരൻ. നെന്മാറ ഇരട്ടക്കൊല കേസിൽ ശിക്ഷാവിധി മറ്റന്നാൾ. കോടതി മുറിയിൽ അക്ഷോഭ്യൻ. ജഡ്ജിയുടെ ചോദ്യങ്ങളോട് ധാർഷ്ട്യത്തോടെ മറുപടി. തൂക്കിക്കൊന്നോളൂവെന്നും പ്രതികരണം. പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രതികരിച്ചു കുടുംബം. BJPയും NSSും പരസ്യ ഏറ്റുമുട്ടലിലേക്ക്. ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും ഉന്നയിച്ച വിമർശനം രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളോടെയെന്ന് G സുകുമാരൻ നായർ. തൽക്കാലം പരസ്യ പ്രതികരണത്തിലെന്നും NSS ജനറൽ സെക്രട്ടറി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ലഷ്കർ തൊയ്ബയുടെ തലവൻ ഹാഫിസ് സയ്യിദ്. ഉപകുറ്റപത്രം സമർപ്പിച്ച NIA ഹാഫിസ് സയ്യിദിനെ ഉൾപ്പെടുത്തിയത് പ്രധാന കുറ്റപത്രം സമർപ്പിച്ചതിന് പുറമെ.